ശ്രീ യുവരാജ് ഗോകുൽ, PM നിയാസ് പറഞ്ഞു വരുന്നത് ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് കേന്ദ്രീകരിച്ച് പാലക്കാട്ട് വോട്ട് കുറഞ്ഞത് കോൺഗ്രസിന്റെ കുഴപ്പം കൊണ്ടല്ല, SDPI വോട്ട് കോൺഗ്രസിന് പോയത് കൊണ്ടുമല്ല എന്ന് അങ്ങേക്ക് പ്രതികരിക്കാം. ശ്രീ PM നിയാസ്, ഇത് രണ്ടും കൂടി അങ്ങ് കൂട്ടിക്കുഴയ്ക്കുന്നത് ആൾക്കാരിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം ശരിയാണ്, BJPക്ക് പ്രതീക്ഷിച്ച വോട്ട് അവിടെ കിട്ടിയിട്ടില്ല. 2021 മെട്രോമാനായിട്ടുള്ള ശ്രീ EMC ശ്രീധരൻ, അദ്ദേഹത്തിന് 50,000 വോട്ട് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ലോക്സഭയിലെത്തിയപ്പോൾ ശ്രീ കൃഷ്ണകുമാറിന് തന്നെ 44,000 വോട്ട് ലഭിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇത്തവണ 40,000-ലേക്ക് നിർത്തുവാൻ വേണ്ടിയിട്ട് മാത്രമേ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ വോട്ട് എണ്ണുന്നതിന് തൊട്ട് മുമ്പ് വരെയും ഉണ്ടായിരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇഞ്ചോടിഞ്ച് ഫൈറ്റാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് മൊമെൻ്റ് വരെയും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും തന്നെ സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഈ ഒപ്പീനിയൻ പോൾ വരെ എക്സിറ്റ് പോൾ വരെ 5 സീറ്റിലേക്ക് വേണ്ടിയിട്ട് നടത്തിയിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ വേണ്ടി പോലും ധൈര്യപ്പെട്ടില്ല. കാരണം BJP ഇവിടെ ജയിച്ചേക്കുമോ എന്നുള്ള ഒരു ട്രെൻഡ് വളരെ ശക്തമായിട്ട് നിലനിന്നിരുന്നു. സ്വാഭാവികമായിട്ട് മറ്റൊരുപാട് ഫാക്ടേഴ്സ് കാരണം, അങ്ങ് പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് കാരണം വോട്ട് കുറയുന്ന സാഹചര്യം പാലക്കാട് ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്നുള്ള കാര്യം BJP ഇൻട്രോസ്പെക്ട് ചെയ്യും. അത് BJPയുടെ വോട്ട് കൂടുതൽ നേടാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഇഷ്യൂ ആണ്. അത് മറ്റൊരു വശമാണ്. പക്ഷേ എതിരാളികളെ സംബന്ധിച്ചിടത്തോളം BJP ജയിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് അവർ എല്ലാ കാർഡും ഇറക്കി കളിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ കാർഡ് ഇറക്കി കളിക്കുമ്പോൾ എന്താണ്, വളരെ കൃത്യമായിട്ട് ഒരു മുസ്ലിം വോട്ട് ബാങ്ക് കേരളത്തിലുണ്ട്. ആ മുസ്ലിം വോട്ട് ബാങ്ക് ഒരു തരത്തിലും സ്പ്ലിറ്റായി പോകരുത് എന്നുള്ള തരത്തിലുള്ള ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മുസ്ലിം വോട്ട് ബാങ്ക് സ്പ്ലിറ്റ് ആകാതെ ഇരിക്കാൻ എന്ത് ചെയ്യണം, വളരെ കൃത്യമായി അതിൻ്റെ അകത്ത് ആരെങ്കിലും ഒക്കെ പണിയെടുത്താലേ സാധിക്കുകയുള്ളൂ. അതിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, SDPI ഉണ്ട്, അങ്ങനെ തീവ്ര ഇസ്ലാമിക നിലപാടുള്ള സംഘടനകൾ മുതൽ മൃദു ഇസ്ലാമിക നിലപാടുകളുള്ള സംഘടനകൾ വരെ ഒരുമിച്ച് ചേർന്നിട്ട് വോട്ട് ചെയ്യുന്നത് കൃത്യമായും ഒരു ഭാഗത്തേക്ക് മാത്രം എന്ന് പറഞ്ഞ് ഉറപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അത് ആദ്യമായിട്ട് നടക്കുന്ന സ്ഥലം പാലക്കാടൊന്നുമല്ല, അത് പാലക്കാട് മാത്രമല്ല. ഇപ്പോൾ കഴിഞ്ഞ തവണ മഞ്ചേശ്വരത്ത് 26 വാർഡുകളിൽ നിന്നോ മറ്റോ ആയിട്ട് 8,000-ഓളം വോട്ടുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നും, SDPIയുടെ കണക്കാണ് കേട്ടോ, ഞാൻ പറയുന്ന കണക്കല്ല, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ആ വോട്ടുകളെല്ലാം തന്നെ UDFന് അനുകൂലമാക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ട് അവർ പണിയെടുത്തിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് ശ്രീ K സുരേന്ദ്രനെ 700 ചില്ലുവാനം വോട്ടുകൾക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞതെന്നുമുള്ള കണക്ക് SDPI പറഞ്ഞ കണക്കാണ്. അതുപോലെ തന്നെ നേമത്തേക്ക് വരുന്നു കഴിയുമ്പോഴേക്കും നേമത്ത് K മുരളീധരൻ വരുന്നത് കാരണം മുസ്ലിം വോട്ടുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാവുകയും സ്പ്ലിറ്റ് ഉണ്ടാകാനും സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ വോട്ടുകൾ കൃത്യമായി ശിവൻകുട്ടിയുടെ പുറകിലേക്ക് നിർത്തുവാനും വേണ്ടിയിട്ടുള്ള പണി തങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് SDPI ആണ്. ഇതൊന്നും SDPIയുടെ വോട്ടാണെന്നും അല്ല ഞാൻ പറയുന്നത്. കൃത്യമായി അങ്ങനെ ഒരു ഇസ്ലാമിക വോട്ട് ബാങ്ക് സിസ്റ്റത്തിനെ ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിപ്പിച്ച് നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഈ പറയുന്ന തീവ്ര മൃദു എല്ലാ തരത്തിലുമുള്ള ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അത് വളരെ വോക്കലായി പ്രത്യക്ഷമായി ചെയ്യുന്ന SDPI ആണ്. ഇപ്പോൾ താങ്കൾ ഇവിടെ പറഞ്ഞു SDPI അവിടെ ഇറങ്ങി ആഘോഷിച്ചതിന് കോൺഗ്രസ് എന്ത് ചെയ്യും എന്നുള്ള കാര്യം. ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു സംഭവമുണ്ട് കേരളത്തിൽ. അതായത് 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് നമ്മുടെ തിരുവനന്തപുരത്ത്, അതായത് ഇവിടുത്തെ മലയാള മാധ്യമങ്ങൾ അന്ന് രാവിലെ മുതലുള്ള റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ള തലത്തിലാണ്. സ്വാഭാവികമായിട്ടും ഈ SDPIക്കാർ ധരിച്ച രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോവുകയാണ്, തങ്ങൾക്ക് വാക്ക് തന്നതുപോലെ PDP പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനമൊക്കെ നീക്കപ്പെടാൻ പോവുകയാണ് എന്നൊക്കെ ഉള്ള വ്യാമോഹത്തിലായി അവർ നേരെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള നമ്മുടെ കൗൺസിൽ പാർട്ടി ലീഡറുണ്ട് ശ്രീ MR ഗോപൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ചെന്ന് അദ്ദേഹത്തെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തി. അവിടെ വലിയ സംഘർഷം ഉണ്ടായി. ആ സംഘർഷത്തിൽ വെട്ടേറ്റത് അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുവും BMSൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ മധു എന്ന് പറയുന്ന ആൾക്കാണ്. ആ ആഘോഷ പ്രകടനം നടത്തിയിരിക്കുന്നതിൽ ഇപ്പോൾ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ. SDPIക്കാരും കോൺഗ്രസ്സുകാരും ഈവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളാണ്. അതൊരു ഇന്ത്യ മുന്നണിയായിരുന്നു അവിടെ ആ പറയുന്ന ആഘോഷം നടത്തുവാനും ആക്രമണം നടത്തുവാനും വേണ്ടിയിട്ട് പോയത്. നമ്മൾ ഈ മിന്നലിന് മുമ്പേ ഇടി വരിക എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിച്ചത് നരേന്ദ്രമോദി തോക്കാൻ പോകുന്നു, ഇനി അടുത്ത പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആകാൻ പോവുകയാണെന്നാണ്. ഇപ്പോൾ പാലക്കാടല്ല ആദ്യമായിട്ട് കോൺഗ്രസ് ജയിക്കുന്ന സമയത്ത് SDPI ഇറങ്ങി ആഘോഷം നടത്തുന്നത്. ആഘോഷം അതിന്
മുമ്പേ 2024 തന്നെ കാലം തെറ്റിയതുപോലെ ഒരു ആഘോഷം അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് തിരിച്ചു വന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഈ 6 മാസത്തിനകത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം വരെ നീക്കപ്പെടുമായിരുന്നു. അതായിരുന്നു ഡീൽ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ ഒരു ഡീല് വർക്കായിട്ട് പോകുന്നുണ്ട്. വളരെ പതുക്കെ ഇത്തരത്തിലുള്ളൊരു ഇസ്ലാമിക വോട്ട് ബാങ്കും ഒരു ഇസ്ലാമിക ഒരു ഭരണ സംവിധാനവും എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ വർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വളരെ നന്നായിട്ട് നടന്നു പോകുന്നുണ്ട്. അതിന് കുട പിടിച്ചു കൊടുക്കുന്നതിനകത്ത് ഇടതുപക്ഷവുമുണ്ട്, അതിന് കുട പിടിച്ചു കൊടുക്കുന്നതിനകത്ത് UDF ഉണ്ട്. UDF കുട പിടിച്ചു കൊടുക്കലൊന്നുമല്ല, UDF പരിപൂർണമായിട്ട് അതായി മാറി തീർന്നിട്ടുണ്ട്. CPM-നകത്ത് ഒരു പരിധി വരെ അതിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇപ്പോൾ ആലപ്പുഴയിൽ ഉൾപ്പെടെ ഒരു ഏരിയ കമ്മിറ്റി മുഴുവനായി രാജിവെച്ച് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ പറയുന്ന SDP തങ്ങളെ വിഴുങ്ങുന്നു എന്ന് പറയുന്ന ആരോപണത്തിന് ഉള്ളിൽ നിന്ന് ഉയർന്നിട്ടാണ്. പക്ഷെ അതിനെ പരിപൂർണമായിട്ട് ചെറുക്കാൻ CPM-ന് സാധിക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു അവസ്ഥയിലൂടെയാണ് ഈ സാഹചര്യങ്ങൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ താങ്കൾ ഇവിടെ ഇരുന്നിട്ട് BJP-ക്ക് വോട്ട് കുറഞ്ഞത് SDP-യുടെ കുഴപ്പമാണ്, BJP-ക്ക് വോട്ട് കുറഞ്ഞ SDP-യുടെ കുഴപ്പം കൊണ്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. BJP-ക്ക് വോട്ട് കുറഞ്ഞ എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഞങ്ങൾ പരിശോധിച്ചോളാം. പക്ഷേ BJP-ക്ക് വോട്ട് കൂടിയേക്കും, BJP ജയിച്ചേക്കും എന്നുള്ള ഭയത്തിൽ നിങ്ങൾ SDP-യുമായി അലയൻസ് ഉണ്ടാക്കി എന്നുള്ള കാര്യം പരസ്യമായ രഹസ്യമാണ്. നിങ്ങളുടെ അലയൻസ് പോലെ തന്നെയുള്ള ഒരു പരസ്യമായ രഹസ്യമാണ്.